ഹായ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ അഡ്മിഷന് കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. കീം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രോസസ്സാണത്. ദെൻ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷനാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 17 ദെൻ April 24 വരെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ദെൻ അതോടൊപ്പം എക്സാമിനേഷൻ വരുന്നത് June 1 മുതൽ 9 വരെയുള്ള 11 സെഷനുകളിലായിട്ടാണ്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ വ്യത്യസ്തമായിരിക്കും. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം ഓൺലൈൻ ടെസ്റ്റാണ്. അതുപോലെ തന്നെ മാർക്കിംഗ് സിസ്റ്റത്തിലും ചെറിയ ഡിഫറൻസുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കുക. അതിനു മുമ്പ് എന്തിനാണ് കീം പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അത് വകതിരിച്ച് മനസ്സിലാക്കണം. ശരിക്കും ഈ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വിളിക്കുന്ന കീം പ്രോസസ്സിൽ പ്രവേശന പരീക്ഷ നടക്കുന്നത് ആകെ എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും മാത്രമാണ്. രണ്ടും വ്യത്യസ്തവുമാണ്. വ്യത്യസ്തം ഇൻ ദ സെൻസ് പ്രോസസ്സ് ഒന്നാണ്. പക്ഷേ എഞ്ചിനീയറിങ്ങിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ ഫാർമസിക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം അപ്പിയർ ചെയ്താൽ മതി. ദെൻ അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് സയൻസുകൾക്ക് പ്രവേശന പരീക്ഷ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നില്ല. കാരണം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കീമിലേക്ക് കൺവേർട്ട് ചെയ്ത് കീം റാങ്ക് ആക്കി മാറ്റിയതിന് ശേഷമാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചറും അങ്ങനെ തന്നെ. ആർക്കിടെക്ചറിന്റെ അഡ്മിഷൻ പ്രോസസ്സിന് വേറെ പ്രത്യേക എക്സാമിനേഷൻ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നില്ല. അത് നടത്തുന്നത് നാറ്റ വഴിയാണ്. നാറ്റ ടെസ്റ്റ് അപ്പിയർ ചെയ്ത് നാറ്റയുടെ സ്കോർ സൈറ്റിൽ കയറ്റി അതിനെ റാങ്ക് ആക്കി കൺവേർട്ട് ചെയ്ത് ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ പ്രോസസ്സ്, അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്റ്റൈൽ. അപ്പോൾ രണ്ടും മനസ്സിലാക്കുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ്. എന്താണ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്ന് പറയുമ്പോൾ? മെഡിക്കൽ അലൈഡ് എന്ന് പറയുമ്പോൾ ഒന്ന് MBBS, മറ്റൊന്ന് BDS ആണ് മെഡിക്കൽ പ്രോഗ്രാംസ്. അതിൽ തന്നെ പ്രാക്ടീസ് പ്രോഗ്രാംസിൽ ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ ഈ മെഡിക്കൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളാണ് അതിൽ വരുന്നത്. അലൈഡ് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രികൾച്ചർ, ദെൻ ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി പ്രോഗ്രാമുകളാണ്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് ഈ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് റാങ്കിൻ്റെ മാർക്കിനെ കേരള റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന റാങ്കിൻ്റെ ബേസിലാണ് ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാം ഒരു പ്രത്യേക അത് പരീക്ഷ നടത്തി അങ്ങനെ ചെയ്യേണ്ടതില്ല. കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ അതിനുവേണ്ടി പരീക്ഷ നടത്തുന്നില്ല. ഞാൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ നീറ്റ് മസ്റ്റാണ്. ഇനി നീറ്റ് അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് ഈ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സിൽ, അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പങ്കെടുക്കാൻ യോഗ്യരാവും. അങ്ങനെയല്ല, അത് തെറ്റിദ്ധരിക്കരുത്. ഇത് നീറ്റ് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. അതോടൊപ്പം അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ കീമിൽ പ്രത്യേകം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും വേണം. അത് മസ്റ്റാണ്, നിർബന്ധമാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫീസൊക്കെ നിങ്ങൾക്കറിയാം, 800 ചില്ലാനുണ്ട്. രണ്ടും കൂടി ആണെങ്കിൽ ഇപ്പോൾ 800 ചില്ലാനാണ് നമ്മൾ ഈ മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് എല്ലാ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ 1100 ചില്ലാനാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഈ ആർക്കിടെക്ചറിന് നാറ്റ വഴിയാണ് എൻട്രൻസ് എക്സാമിനേഷൻ. ആ എക്സാമിനേഷനിൽ കിട്ടുന്ന സ്കോറും അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതിന് ആർക്കിടെക്ചർ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിടെക്ചർ അലോട്ട്മെന്റ് നടത്തുക. പക്ഷെ രണ്ടിനും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പം മെഡിക്കൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കീമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. മെഡിക്കൽ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ കൊടുക്കാം. ദെൻ മെഡിക്കലും എഞ്ചിനീയറിംഗ് ഒന്ന് ട്രൈ നോക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതേണ്ടി വരും. ദെൻ മെഡിക്കലും ഫാർമസി ഉണ്ട്. അപ്പോൾ മെഡിക്കലും ഫാർമസിയും വരുമ്പോൾ മെഡിക്കൽ നിങ്ങൾ എൻട്രൻസ് എഴുതേണ്ട ഇല്ല. ദെൻ അതേസമയത്ത് ഫാർമസിക്ക് നിങ്ങൾ ഫാർമസിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ കീമിൻ്റെ വഴി കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാം നടത്തുന്ന എക്സാമിനേഷൻ എഴുതണം. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ. ഇനി നിങ്ങൾ ഈ മെഡിക്കലും അതുപോലെ തന്നെ ആർക്കിടെക്ചറും മാത്രമേ ഉള്ളൂ, നിങ്ങൾ എഞ്ചിനീയറിംഗും ഫാർമസിയും ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമേ ഉണ്ടാവില്ല. പക്ഷേ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം നീറ്റിൻ്റെ റാങ്ക് വരുമ്പോൾ മാർക്ക് എൻ്റർ ചെയ്യണം സൈറ്റിൽ. ദെൻ അതുപോലെ നാറ്റൻ്റെ സ്കോറും സൈറ്റിൽ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനും പറ്റുള്ളൂ. ദെൻ നിങ്ങൾ ഫാർമസി മാത്രമാണെങ്കിൽ ഫാർമസിയുടെ എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ. അതേസമയത്ത് നിങ്ങൾ ആർക്കിടെക്ചർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ആർക്കിടെക്ചർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ വേറെ എക്സാംസ് ഒന്നും എഴുതുന്ന നാറ്റ് എഴുതുന്നു. കമ്മ്യൂണിറ്റി ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രോസസ്സിൽ അതിലെന്തായാലും എക്സാം ഇല്ല. അപ്പോൾ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല. നാറ്റ മാത്രം കൊടുക്കുക. ദെൻ നാറ്റയുടെ റാങ്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അതിൽ ശ്രദ്ധിക്കേണ്ടത്
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യണം. ദെൻ പേയ്മെൻറ്റ് നടത്തണം. ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. അതിന് ഫോട്ടോയും സിഗ്നേച്ചറും അടക്കം ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ പ്രോസസ്സ് അക്ഷയ സെൻറ്ററുകൾ വഴി കൃത്യമായിട്ട് ചെയ്യുക. എററുകൾ ശ്രദ്ധിക്കണം. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഇൻകം ഒക്കെ കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വില്ലേജ് ഓഫീസ് വഴിയുള്ളതായിരിക്കണം ഈ കേരളത്തിൽ കൊടുക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ. പലപ്പോഴും പല ആളുകൾക്കും കമ്മ്യൂണിറ്റി റിസർവേഷൻ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നിടത്ത് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒന്നും കറക്റ്റ് ആയില്ല എങ്കിൽ സാധാരണ നിൽക്കതിന് നിങ്ങൾക്കൊരു മെമ്മോ നിങ്ങളുടെ SMS ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ ഒന്നും വരുമൊന്നുമില്ല. ചിലയിടത്ത് മുമ്പൊക്കെ SMS വന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പേജിലൊക്കെ ഒന്ന് കയറി എന്തെങ്കിലും അറിയിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പറും ഇമെയിലും കറക്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മാറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആപ്ലിക്കേഷൻ വളരെ മനോഹരമായിട്ട് ഒരു എററും ഇല്ലാണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കരിയർ ഗുരു ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുന്ന് ആ പ്രോസസ്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി എൻട്രൻസ് എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം മുന്നത്തേൽ നിന്ന് വ്യത്യസ്തമാണ്. മുമ്പ് ഓഫ്ലൈനായിരുന്നു, ഇപ്പോൾ ഓൺലൈനാണ്. അതുപോലെ മുമ്പ് 960 മാർക്കിനായിരുന്നു എക്സാമിനേഷൻ എങ്കിൽ അത് 480 മാർക്ക് മാത്സിനും 480 ഫിസിക്സ് കെമിസ്ട്രിക്കും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ടോട്ടൽ 600 മാർക്കിനാക്കി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് 150 75 മാത്തമാറ്റിക്സിൽ. അതിൽ 4 മാർക്കാണ് ഉണ്ടാവുക കറക്റ്റ് ആൻസറിന്. റോങ് ആൻസറിന് 1 മാർക്ക് കുറക്കും. അത് ടോട്ടൽ അപ്പോൾ വരുന്നത് ശരിക്കും 300 മാർക്കാണ് മാത്സിന് മാത്രമായിട്ട് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഫിസിക്സിൽ കെമിസ്ട്രിയിലും വരുന്നത് അത് വ്യത്യാസമുണ്ട്. ഫിസിക്സിൽ 45 മാർക്കാണ് എഞ്ചിനീയറിംഗിലെങ്കിൽ കെമിസ്ട്രിയിൽ അത് 30 മാർക്കാണ്. ദെൻ അപ്പോൾ 45, 30, 75 മാർക്കിനുള്ളതാണ്. ദെൻ അതേ സമയത്ത് ഫാർമസിയിൽ വരുമ്പോൾ 45 കെമിസ്ട്രി, ദെൻ 30 ഫിസിക്സ്, ദെൻ അങ്ങനെ 75 മാർക്ക്. അതിന് 4 മാർക്ക് റൈറ്റ് ആൻസറിന് കൊടുത്ത് 150 മീൻസ് 150 ക്വസ്റ്റ്യൻ ടോട്ടൽ വരുമ്പോൾ 600 മാർക്കാവും. അപ്പോൾ 300, 600. പക്ഷേ ഈ 600 മാർക്കിനെ പിന്നീട് 300ലേക്ക് കൺവേർട്ട് ചെയ്ത് റാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു നോർമലൈസേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ വല്ലാതെ ബോധർ ചെയ്യേണ്ടതില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാതെ ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കിയാൽ നിങ്ങൾ പരിഗണിക്കപ്പെടില്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കും. എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടില്ല. ഒരു ക്വസ്റ്റനെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. നോർമലൈസ് ചെയ്യുമ്പോൾ 10 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, 10 മാർക്കിലേക്ക് എത്താൻ കഴിയണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും 10 മാർക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആൻസർ ചെയ്യാതെ മൊത്തത്തിൽ ഒഴിവാക്കി വിടുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. മാക്സിമം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതി ഈ കാഷ്വാലിറ്റീസ് ബുദ്ധിമുട്ട് കുറക്കാൻ, നെഗറ്റീവ് മാർക്ക് കുറച്ച് അവസാനം 0 മൈനസ് ആവുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലൈഡ് സയൻസ് കോഴ്സുകൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. വെറ്റിനറി, ഫിഷറീസ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഇത്തരം കോഴ്സുകളാണ് നീറ്റിൻ്റെ റാങ്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന റാങ്കിലൂടെ, കീം മെഡിക്കൽ റാങ്കിലൂടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ MBBS, BDS, MBBS, BDS, ആയുർവേദ, യുനാനി, സിദ്ധ, ഇങ്ങനത്തെ കോഴ്സുകളും. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവുക. കോഴ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് പിന്നീട് എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. അതുവരെ ബൈ ബൈ. Career Guru, molding your future.